പ്ലീഡർ നിയമന വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുൻമന്ത്രി കെ ബാബു. വിവാദ നിയമനം ഒരു യുവ എംപിയുടെ ശുപാർശയിലാണെന്ന് കെ ബാബു പറഞ്ഞു. യുവ എംപിയാണ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാകില്ല. എല്ലായ്പ്പോഴും രാഷ്ട്രീയം മാത്രം പരിഗണിക്കാനാവില്ല. യോഗ്യതയും പരിഗണിക്കേണ്ടതുണ്ടെന്നും കെ ബാബു പറഞ്ഞു. ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ യഥാർത്ഥ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. അത് IB ഈഡനല്ല, ഒരു യുവ MP ആണ് റെക്കമെൻഡ് ചെയ്തത്. ഷാഫി പറമ്പിലോ അല്ല. ഞാൻ തീർത്തു പറയാം, യുവ MP മാരിൽ ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MP അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്തതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷേ KSUക്കാർക്ക് അഭിപ്രായം പറയുന്നതിനെക്കുറിച്ചൊന്നും എനിക്കൊരു തർക്കമില്ല. കെ ബാബു പറഞ്ഞ MP ഡീൻ കുര്യാക്കോസ് ആണ്. ഇടുക്കി MP ആണ് ഈ ശുപാർശ നൽകിയത്. റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഒടുവിൽ MP തിരിച്ചറിഞ്ഞിരിക്കുന്നു. യുവ MP, ഇടുക്കി MP ആണ് ഡീൻ കുര്യാക്കോസ്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, അതായത് ഈ KSU ഉയർത്തിയ രണ്ട് വിവാദ നിയമനങ്ങളാണ് ഉള്ളത്. ഒന്ന് SFI കോളേജ് കാലത്ത് ലോ കോളേജിൽ പഠിക്കവേ SFI നേതാവായിരുന്ന ജിയോണ ജെയിംസിന്റെ നിയമനം, മറ്റൊന്ന് ABVP-യിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന TS ശരത്തിന്റെ നിയമനം. ഈ രണ്ട് കാര്യങ്ങളിലാണ് വിവാദം ഉയർന്നത്. അതിനെക്കുറിച്ച് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവർ പിന്നീട് ലോയേഴ്സ് കോൺഗ്രസുമായി സഹകരിക്കുന്നു എന്നതാണ് മറ്റൊരു വാദം. അതവിടെ നിൽക്കട്ടെ. ആ വിവാദത്തെക്കുറിച്ച് കെ ബാബുവിനോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് KSUവിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതിലെ ഒരു നിയമനത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. ഒരു യുവ MP-യാണ് ശുപാർശ ചെയ്തത്. അതുകൊണ്ട് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനെന്തിന് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തണം എന്നതായിരുന്നു കെ ബാബുവിന്റെ ചോദ്യം. അപ്പോൾ തിരികെ ചോദിച്ചു, ഹൈബി ഈഡനാണോ ഷാഫിയാണോ അല്ല എന്ന് മറുപടി പറഞ്ഞു. ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അതിനുശേഷം നമ്മൾ ഡീൻ കുര്യാക്കോസുമായി അല്പസമയം മുൻപ് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. താനാണ് ശുപാർശ ചെയ്തത് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലം എന്താണ്? അതായത് കോളേജിൽ പഠിക്കവേ അതിൽ പ്രധാനമായും ലോ കോളേജിലെ KSU യൂണിറ്റ് അടക്കം ഏറ്റവും ഒടുവിൽ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അടക്കം ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ച വിഷയവും ഈ ജിയോണയുടെ നിയമനമാണ്. അതായത് SFIക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സജീവമായി ആ സംഘടനയുടെ ഭാഗമായിരിക്കുകയും ചെയ്യുന്ന ആൾക്ക് UDF സർക്കാർ വന്ന ഉടനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമനം കിട്ടുന്നു. അതെങ്ങനെയെന്ന KSUവിന്റെ പ്രധാന വിമർശനത്തിൽ ഉൾപ്പെട്ട ഒന്നാണ്. അതിൽ കെ ബാബുവിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ആ യുവ MP താൻ തന്നെയാണ് എന്ന് ഡീൻ കുര്യാക്കോസ് സമ്മതിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ ഭാഗം വിശദീകരിക്കാനുണ്ടാകും. നേരത്തെ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന KSU നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും രണ്ട് നിയമനങ്ങളിലാണല്ലോ ഇപ്പോൾ പ്രശ്നം. സജോ, ആ രണ്ട് നിയമനങ്ങളിൽ ഒന്ന് ശരത്താണ്, ഒന്ന് ഒരു SFI നേതാവായിരുന്ന വനിതാ പ്ലീഡർ. അപ്പോൾ ആ വനിതാ പ്ലീഡർക്ക് വേണ്ടിയാണ് ഡീൻ കുര്യാക്കോസ് ശുപാർശ ചെയ്തത്, അല്ലേ? അതെ. അതായത് നിലവിൽ വനിതാ പ്ലീഡറായി വന്ന ആൾക്ക് വേണ്ടിയാണ് ഈ ശുപാർശ വന്നിട്ടുള്ളത്. അതും വ്യക്തമായിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു ശുപാർശ താൻ നൽകിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം മാത്രമാണ്. നേരിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ല, ഫോണിൽ SFI നേതാവാണെന്ന ആരോപണത്തിൽ അദ്ദേഹം ഒരു വിസ്തീർണം നൽകുന്നുണ്ടോ? എന്തുകൊണ്ട് ശുപാർശ ചെയ്തു എന്ന കാര്യത്തിൽ സ്മൃതി, അങ്ങനെ ഒരു വിശദീകരണം അദ്ദേഹം അതിന്റെ മറ്റു വിശദാംശങ്ങൾ പിന്നീട് പ്രതികരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ KSUവിന്റെ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞത് ഈ രണ്ടുപേരും, അതായത് വിവാദത്തിൽ ഉൾപ്പെട്ട രണ്ടുപേരും പിന്നീട് ലോയേഴ്സ് കോൺഗ്രസിനായി സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ കോളേജിലും അതല്ലാതെയും അവർ സന്ദീപ് വാര്യരുടെ ഉദാഹരണമാണ് പറയുന്നത്. മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലുള്ളവർ കോൺഗ്രസിന്റെ ചേരിയിലേക്ക് വന്നാൽ അവരെ ചേർത്ത് നിർത്തുകയല്ലേ ചെയ്യുക എന്നൊരു ചോദ്യമാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ട് അലോഷ്യസ് സേവ്യറിനെ എതിർക്കുന്ന KSU നേതാക്കൾ പറഞ്ഞ ഒരു കാര്യം. അവർക്ക് മുൻപ് അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരിക്കാം. അവർ ജനാധിപത്യ ചേരിയിലേക്ക്, കോൺഗ്രസിന്റെ ചേരിയിലേക്ക് വരികയും അതോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അവരെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് എന്നാണ് അവർ പറഞ്ഞ കാര്യം. പക്ഷെ അതേസമയം ആ കാര്യത്തിൽ ഏതായാലും ഡീൻ കുര്യാക്കോസ് ആകെ പറഞ്ഞത് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മറുപടിയോ വിശദീകരണമോ അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹം വിശദീകരിക്കുമായിരിക്കും. പക്ഷേ KSUവിന്റെ നേതാക്കൾ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവരെല്ലാം ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായി സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് മുൻപ് ആ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ചേർത്ത് പിടിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അവർ പറഞ്ഞത്. ശരി, ജിയോണ ജെയിംസിന്റെ പേര് താനാണ് നിർദ്ദേശിച്ചത് എന്ന കാര്യം ഡീൻ കുര്യാക്കോസ് റിപ്പോർട്ടിനോട് സമ്മതിച്ചിരിക്കുകയാണ്. സജോ